പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അറബിക് വിഭവങ്ങളുടെ കൂടെ സോസായി ഉപയോഗിക്കുന്ന മയോണൈസ് എങ്ങനെ ഉണ്ടാക്കാമെന്നതാണ് ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. ഇത് മുട്ടയുടെ വെള്ളയും എണ്ണയും ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു സോസാണ്. മുട്ടയുടെ വെള്ളയിലേക്ക് പലതവണ ഏതെങ്കിലും ഒരു റിഫൈൻഡ് വെജിറ്റബിൾ ഓയിൽ മിക്സിയിൽ ബീറ്റ് ചെയ്താണ് മയോണൈസ് ഉണ്ടാക്കുന്നത്. ഇത് മിക്സിയുടെ ഏറ്റവും ചെറിയ ജാറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് അധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കണമെങ്കിൽ ഇടത്തരം ജാറിലും ഉണ്ടാക്കാം. ഇതിനായി 2 മുട്ട, 2 വെളുത്തുള്ളി അല്ലി ഇവ എടുത്തിട്ടുണ്ട്. മുട്ടയുടെ വെള്ള മാത്രം എടുക്കുകയാണെങ്കിൽ മയോണൈസിനൊരു വെള്ള നിറം കിട്ടും. ചിലർ മഞ്ഞയും കൂടെ ഉപയോഗിച്ച് ചെയ്യാറുണ്ട്. അങ്ങനെ ആവുമ്പോൾ അതിനൊരു ലേശം മഞ്ഞ നിറവും കൂടെ വരും. നമുക്ക് എങ്ങനെയാണ് മുട്ടയുടെ മഞ്ഞയും വെള്ളയും മിക്സ് ആവാതെ എടുക്കാം എന്ന് നോക്കാം. അതിനായി ഒരു അരിപ്പ, അതായത് നമ്മുടെ ചായയൊക്കെ അരിക്കുന്ന അരിപ്പ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി കൈ വെച്ച് മഞ്ഞ ഒരു സൈഡിലേക്ക് മാറ്റാം. വെള്ളം മിക്സിയിലേക്ക് പതുക്കെ ഒഴിക്കാം. ഇങ്ങനെ ചെയ്താൽ മഞ്ഞയും വെള്ളയും മിക്സ് ആവില്ല. ഇപ്പോൾ നമ്മൾ മുട്ടയുടെ വെള്ള മിക്സിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി 2 അല്ലി വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ വിനാഗിരി അല്ലെങ്കിൽ സുർക്കയും ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. മണമുള്ള ഓയിലൊന്നും ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതായത് വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കരുത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് അധികമാവാതെ നോക്കുക. ഞാനിവിടെ 1/4 മുതൽ 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടേക്കുന്നത്. നിങ്ങളുടെ ആവശ്യത്തിന് മാത്രം ഉപ്പിടുക. ഇനി ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അതിനായി മിക്സിയുടെ ബട്ടൺ പൾസ് എന്ന ഓപ്ഷൻ, അതായത് നമ്മൾ സാധാരണ അരയ്ക്കുന്നതിന് വിപരീതമായി പുറകിലേക്ക് തിരിക്കുക. ഇത് നമുക്കൊരു വിട്ട് 2-3 തവണ ആവർത്തിക്കാം. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ ഇത് നല്ല വെള്ള നിറത്തിൽ ഒരു ലിക്വിഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഇതൊന്നും കൂടി ഒന്ന് അടിച്ചെടുക്കുക. ഇതിപ്പോൾ ആ ഒരു ഒഴുകുന്ന അവസ്ഥയിൽ നിന്നും കുറച്ച് മാറി തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഒഴിക്കുക. ഇപ്പോൾ ഇത് കുറച്ചും കൂടി കട്ടിയായി വന്നിട്ടുണ്ട്. ഇനിയും ശരിക്കുള്ള മയോണൈസിന്റെ ആ ഒരു പരുവമായിട്ടില്ല. വീണ്ടും ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഒഴിക്കുക. ഒന്നും കൂടെ ബീറ്റ് ചെയ്തെടുക്കാം. ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ അത്യാവശ്യം കട്ടിയായിരിക്കുന്നു. ഈ ഒരു പരുവം മതി എന്നുള്ളവർക്ക് ഇവിടെ നിർത്താം. ഇനി നമ്മൾ ഒരു പ്രാവശ്യം കൂടെ എണ്ണ ഒഴിച്ചു കൊടുത്താൽ ശരിക്കുള്ള മയോണൈസിന്റെ പരുവത്തിലേക്ക് എത്തും. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഒഴിക്കുന്നുണ്ട്. ഇപ്പോൾ നന്നായിട്ട് ആവശ്യത്തിന് സ്റ്റിഫായിട്ടുള്ള ക്രീമി സോസായി വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ശരിക്കുള്ള ഒരു പെർഫെക്റ്റ് ടെക്സ്ചർ. ഇത് കിട്ടുന്നത് വരെ എണ്ണ ഒഴിക്കുകയും മിക്സിയിൽ ബീറ്റ് ചെയ്തെടുക്കുകയും വേണം. ഇത് നമുക്കൊരു 20 മിനിറ്റ്
ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇതിലേക്ക് ഞാൻ ഏതാണ്ട് 120 ml അഥവാ 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന മുട്ടയുടെ വലിപ്പത്തിനനുസരിച്ച് എണ്ണയുടെ അളവിലും ചെറിയ മാറ്റങ്ങൾ വരാം. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സോസാണ്. മുട്ടയുടെ വെള്ള കുക്ക് ചെയ്യാതെ ഉപയോഗിക്കുന്നതിനാൽ ഉണ്ടാക്കിയ ശേഷം എത്രയും പെട്ടെന്ന് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. സ്റ്റോർ ചെയ്ത് പിന്നെയും ഉപയോഗിക്കുന്നത് നല്ലതല്ല. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മയോണൈസ് എല്ലാവരും ഉണ്ടാക്കി അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.